إن الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون സ്നേഹധന്യരായ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമെന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്. ആദ്യമേ വസിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ജുമാ അടക്കമുള്ള ഇസ്ലാമികമായ ഇബാദത്തുകളിൽ പ്രത്യേകിച്ച് ജുമായിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഖിബിലക്ക് അഭിമുഖമായിട്ടാണ് ഇരിക്കേണ്ടത്. അതുകൊണ്ട് ചുമര് ചാരിയിരിക്കുന്ന സൈഡുകളിലേക്ക് ചാരിയിരിക്കുന്നവർ തിരിഞ്ഞ് ഇമാമിനെ നേരെ കാണാവുന്ന രൂപത്തിലിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ആദ്യം ഓർമ്മപ്പെടുത്തുകയാണ്. സൈഡുകളിലിരിക്കുന്ന ആൾക്കാർ നേരെ ഖിബിലക്ക് അഭിമുഖമായിട്ടിരിക്കുക. രണ്ടാമത്തെ മുന്നിലെ സ്വപ്പുകൾ ആദ്യം പൂർത്തിയാക്കുക എന്നുള്ളതാണല്ലോ. ചുമര് അവശരാണ് എന്ന് ഉറപ്പുള്ള ആൾക്കാർ മാത്രം ചാരി ഇരുന്നാൽ മതി. അല്ലാത്ത ആൾക്കാർ സ്വപ്പുകളിൽ മുന്നിൽ ഗ്യാപ്പുകളുള്ള ഒഴിവുകളുള്ളിടത്തേക്ക് കയറിയിരിക്കുക. ഇന്ത്യയിലെ മുസ്ലിം സമൂഹം അഥവാ രാജ്യത്ത് എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ അതിൻ്റെ പേരിൽ പിടിക്കപ്പെടുന്നവനും പറയപ്പെടുന്നവനും ഒരു മുസ്ലിം ആവരുതേ എന്നാഗ്രഹിക്കുകയും അതിൻ്റെ പേരിൽ ഭയപ്പാടോടുകൂടി കഴിയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ ഇന്ത്യൻ്റെ ലോകത്തുണ്ട്. ലോകത്തെ മുസ്ലിമീങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാലും വ്യത്യസ്ത രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ, കുഴപ്പങ്ങളിൽ അവരകപ്പെട്ടിട്ടുണ്ടോ? നമ്മുടെ നാടുകളിലേക്ക് വന്നാൽ വിശ്വാസ, ആചാര, അനുഷ്ഠാന, കർമ്മ, സ്വഭാവ, സംസ്കാര രംഗങ്ങളിൽ ഒരു മുസ്ലിമിൽ നിന്നുണ്ടാവേണ്ടതല്ലാത്ത പലതും നമ്മുടേതായ മുസ്ലിം സഹോദരങ്ങളിൽ, ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായാൽ, ഒരു വ്യഭിചാരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടായാൽ, അതല്ലെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഇബാദത്ത് അല്ലാഹുവിന് മാത്രം ചെയ്യേണ്ട സമൂഹം അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി
പലതും ചെയ്തു കൂട്ടുന്ന ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ സമുദായത്തിന് വരുമെന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമാണ്, പ്രവചനമാണ്. വ്യത്യസ്ത രൂപത്തിലുള്ള കുഴപ്പങ്ങളിൽ നിങ്ങൾ അകപ്പെടുമെന്നുള്ളത്. ഫിത്ന എന്ന് പറയുന്ന, അല്ലെങ്കിൽ കിതാബുൽ ഫിത്തൻ, കിതാബുൽ മലാഹിം എന്നൊക്കെ പറയുന്ന അധ്യായങ്ങൾ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിലുണ്ട്. ദീർഘമായ ഹദീസുകൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്ലിം സമൂഹത്തിന് അവരുടെ വിശ്വാസ ആചാരാനുഷ്ഠാനങ്ങളിൽ വരാനിരിക്കുന്ന വിവിധങ്ങളായ പരീക്ഷണങ്ങളെ സംബന്ധിച്ച്, കുഴപ്പങ്ങളെ സംബന്ധിച്ച് അറിയിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതിലേറ്റവും പ്രധാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫിത്നകളെ തടയുന്ന ഒരു വാതിലുണ്ട്. ആ വാതിൽ എന്ന് തുറക്കപ്പെടുന്നുവോ, അത് തകർക്കപ്പെടുന്നുവോ, പിന്നീട് അതൊരിക്കലും അടക്കാൻ കഴിയുകയില്ല. ഫിത്നകളെ തടയുന്ന ഒരു തടസ്സമുണ്ട്. ആ തടസ്സം നീങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അത് തുറന്നു വിട്ടപ്പെട്ടതാണെന്നും സ്വാഭാവികമായും അതിനെ തടയാൻ കഴിയില്ല എന്നും പ്രവാചകൻ പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിക്കുന്നത് ആരാണ് ആ തടസ്സം? ഫിത്നകൾക്കുള്ള തടസ്സം ആരാണ്? ഫിത്ന ഇല്ലാതിരിക്കാൻ, കുഴപ്പങ്ങളില്ലാതിരിക്കാൻ ആ വാതിൽ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയാണ് പറഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടാൽ, ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടാൽ പിന്നീട് ഈ സമൂഹത്തിലേക്ക് ഫിത്നകളുടെ വേലിയേറ്റമായിരിക്കുമെന്നാണ്. ഇദാ വുദിഅ സൈഫു ഫി ഉമ്മത്തി ലം യുർഫ അൻഹാ ഇലാ യൗമിൽ ഖിയാമ. എൻ്റെ ഉമ്മത്തിൽ വാള് വെക്കപ്പെട്ടാൽ, ഒരു കൊലപാതകം നടന്നാൽ, രക്തം ചിന്തൽ നടന്നാൽ, ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഉമ്മത്തിൽ വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ വരുമെന്നോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു പ്രവചനമുണ്ട്. എൻ്റെ ഉമ്മത്ത് ഫിത്നയിൽ അകപ്പെട്ടുകൊണ്ട് സാധാരണക്കാരനായ ഒരു മുസ്ലിം, ഒരു വിശ്വാസി, ഒരു യഥാർത്ഥ വിശ്വാസി ഖബർസ്ഥാനിൻ്റെ അരികിലൂടെ നടന്നു പോകും. ഖബർസ്ഥാനിൻ്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അങ്ങേയറ്റത്തെ തൻ്റെ ഇസ്ലാമിക ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും പരീക്ഷണമായി മനസ്സിലാക്കിയ ആ സഹോദരൻ ഖബറിനെ പോയി കെട്ടിപ്പിടിക്കും. ഖബറിനെ പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ പറയുമത്രേ, യാ ലൈതനി മക്കാന ഹാദ, ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ, എൻ്റെ സ്ഥാനം ഇതായിരുന്നുവെങ്കിൽ, ഈ ഖബറിൽ ഞാനായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അയാൾ പറയുന്നതാണ്. അതായത് യഥാർത്ഥ ഒരു വിശ്വാസിക്ക് ലോകത്ത് നടക്കുന്ന സംഭവങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയായിട്ട്, വിശ്വാസാചാര രംഗങ്ങളിലുള്ള പരീക്ഷണങ്ങൾ താങ്ങാൻ കഴിയായിട്ട് അയാൾ ഖബർ പോയി കെട്ടിപ്പിടിച്ച്, ഈ ഖബറിനകത്ത് ഞാനായിരുന്നുവെങ്കിൽ എനിക്കെത്ര നന്നായിരുന്നേനെ എന്ന് പറയപ്പെടുമാറ് നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനമാണ്. ഈ ഒരു കാര്യത്തെ അടിവരയിട്ടുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങളെ സംബന്ധിച്ച് സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂമിയിലെ ഒരു സ്വർഗമെന്ന് വിശേഷിപ്പിക്കാവുന്ന കശ്മീർ എന്ന് പറയുന്ന പ്രദേശവുമായി ബന്ധപ്പെട്ട് പല കാലഘട്ടങ്ങളിലും കേട്ടുകൊണ്ടിരുന്നതിൽ നിന്ന് നമ്മളെയൊക്കെ മനസ്സിനെ ഏറെ വേദനിപ്പിക്കുന്ന, തങ്ങളുടെ ഭാര്യമാരൊപ്പം, മക്കളോടൊപ്പം, സഹോദരങ്ങളോടൊപ്പം ഒഴിവു സമയം ചെലവിടാൻ വേണ്ടി മാത്രം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രദേശത്ത് ആ സന്തോഷത്തിൽ കഴിയുന്ന സമയത്ത് അവരെ ആ സന്തോഷങ്ങൾക്ക്, എല്ലാ സന്തോഷങ്ങൾക്കും തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഭീകരന്മാരായ, അവനേതോ ആയിക്കൊള്ളട്ടെ, ഭീകരന്മാരായ, കൊടുംഭീകരന്മാരായ മനുഷ്യർ നിറയൊഴിച്ചുകൊണ്ട് വകവരുത്തിയിട്ടുള്ള വേദനയേറിയ ഒരു വാർത്തയുടെയും വർത്തമാനത്തിനെയും ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. പ്രിയപ്പെട്ടവരെ, ഇത്തരമൊക്കെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇങ്ങനത്തെയൊക്കെ ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് നമ്മുടെ മുൻഗാമികൾ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാദ്യം നമ്മൾ തിരിച്ചറിയുക. അതിലൊന്ന് വേണ്ടത് ആത്മാർത്ഥമായ രക്ഷ ചോദിക്കലാണ്. അൽ ഇയാദത്തു ബില്ലയാണ്. അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചുകൊണ്ട്, നാദാ നീ ഞങ്ങളെ ഇതിൽ അകപ്പെടുത്തരുതേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. അറിയണോ നിങ്ങൾക്ക്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ സമീപം കിടന്നുറങ്ങുടത്ത് നിന്ന് ചാടി ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. പേടിച്ചിട്ടുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. എന്നിട്ട് പ്രവാചകന്റെ ചുണ്ടുകൾ അവിടെ നിന്ന് അതരങ്ങൾ മന്ത്രിക്കുന്ന വർത്തമാനം, ഈ വീടുകളിൽ ഉറങ്ങിക്കിടക്കുന്ന, ഈ ടെൻറ്റുകളിൽ ഉറങ്ങിക്കിടക്കുന്നവരാര് വിളിച്ചുണർത്തും? അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ സൂചിപ്പിച്ച് അദ്ദേഹം പറയാണ്,
ആരാണ് ഇവരെ വിളിച്ചുണർത്താനുള്ളത്? എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, റുബ്ബ് കാസിയത്തുൻ ആരിയത്തുൻ ഫിൽ ആഖിറ, ഭൗതിക ലോകത്ത് ഭൂമിയിൽ വസ്ത്രം ധരിച്ച പലരും നാളെ പരലോകത്ത് ആരിയത്താണ്, നഗ്നരാണ്, അവർക്ക് വസ്ത്രമല്ല. വസ്ത്രമല്ല എന്നുള്ളതിനെ പല രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഇവിടെ മുസ്ലിമായ പലരും നാളെ പരലോകത്ത് വിശ്വാസിയല്ലാതെയാപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ മുക്മിനായി രൂപത്തിലും ഭാവത്തിലും ഒക്കെ ജീവിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ കർമ്മങ്ങൾ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നവർ നാളെ പരലോകത്ത് ലവലേശം അവർക്ക് വില നൽകപ്പെടാത്ത സാഹചര്യം ഉണ്ടാവും. അതല്ലെങ്കിൽ മുസ്ലിം വസ്ത്രധാരികളായ സ്ത്രീകൾ നാളെ പരലോകത്ത് വരുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിക വേഷം ധരിക്കാത്തതിന്റെ പേരിൽ വിവസ്ത്രരാക്കപ്പെടുന്ന, അതല്ലെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നെല്ലാം വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ഹദീത്തിന്റെ ബാക്കി ഭാഗത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, തഅവ്വദൂ ബില്ലാഹ് മാ ലഹറ മിൻഹാ വമാ ബതൻ, തഅവ്വദൂ ബില്ലാഹി മിനൽ ഫിതൻ മാ ലഹറ മിൻഹാ വമാ ബതൻ. നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിക്കണം ഫിത്നകളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന്. ആ കുഴപ്പങ്ങളിൽ ലാഹിറായിട്ടുള്ളതുണ്ട്, പ്രകടമായിട്ടുള്ളതുണ്ട്, വമാ ബതൻ ഒളിഞ്ഞിരിക്കുന്നതുണ്ടോ, പരസ്യമായി നമ്മൾക്ക് കാണാവുന്നതുണ്ടോ. രഹസ്യമായി ഒളിഞ്ഞിരിക്കുന്ന വിശ്വാസി സമൂഹമേ, നിങ്ങളെ ബാധിക്കുന്ന പരീക്ഷണങ്ങളിൽ, ഫിത്നകളിൽ നിങ്ങൾ അല്ലാഹുവിലേക്ക് രക്ഷ ചോദിക്കണേ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥന കാണാം. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഇലൽ ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത്. അല്ലാഹുവേ, നന്മ ചെയ്യാനുള്ള അവസരങ്ങൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. തർക്കൽ മുൻകറാത്ത്, വെറുക്കപ്പെടുന്ന പ്രവർത്തനങ്ങൾ അത് ഉപേക്ഷിക്കാനുള്ള ഒരു സാഹചര്യം അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. വഹുബ്ബൽ മസാക്കീൻ, പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ, പ്രിയപ്പെട്ട പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ, സാധുക്കളെ മിസ്കീനുകളെ സ്നേഹിക്കാൻ ഞാൻ നിന്നോട് അവസരത്തെ ചോദിക്കുകയാണ്. നീ എനിക്ക് പുറത്തു തരണം, എനിക്ക് മാപ്പാക്കണം, എന്നോട് പശ്ചാത്തപിക്കണം എന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, വൈൻ അറത്ത ബിഇബാദിക ഫിത്ന, നീ നിന്റെ അടിമയെ കൊണ്ട് ഫിത്ന ഉദ്ദേശിച്ചു, വിശ്വാസാചാരാനുഷ്ഠാന രംഗങ്ങളിൽ എന്തെങ്കിലും ഫിത്ന നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഫഖ്ബിൽനി ഇലൈക് ഗൈറ മഫ്തൂൻ, ഫിത്നയിൽ അകപ്പെടാതെ നീ എന്നെ പിടികൂടണേ അല്ലാ, നീ എന്നെ പിടികൂടണേ അല്ലാ, നീ എന്നെ പിടികൂടണേ അല്ലാ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. നമ്മളോട് അത് പ്രാർത്ഥിക്കാനാണ്, നമ്മളത് പ്രാർത്ഥിക്കാനാണ്. മുസ്ലിം സമൂഹത്തിന് വിഭിന്നങ്ങളായ, നേരത്തെ സൂചിപ്പിക്കപ്പെട്ട എന്തിനും ഏതിനും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ആസൂത്രിതമായി നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ ജീവിക്കുമ്പോൾ എൻ്റെ വിശ്വാസവും എൻ്റെ ആദർശവും എൻ്റെ ആചാരവും നഷ്ടപ്പെടാതെ റബ്ബേ എന്നെ കാത്തുരക്ഷിക്കണേ അല്ലാ, എന്നെങ്കിലും നീ ഫിത്ന ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നെ പിടികൂടണേ അല്ലാ, അതിനു മുമ്പ് പിടികൂടണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇതാത്യന്തികമായി മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യമാണ്. രണ്ടാമത്തത്, ഏത് രൂപത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട ഒരു കാര്യം തൗഹീദിലേക്ക് മടങ്ങലാണ്. തൗഹീദിലേക്ക് മടങ്ങലാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, മാ അസ്വാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയിൽ നിങ്ങൾക്ക് എന്ത് വിപത്ത് ബാധിക്കുന്നുണ്ടെങ്കിലും, മാനസികമായ പ്രയാസമാവാം, കഷ്ടതയാവാം, ദുരിതമാവാം, ദുരന്തമാവാം, പ്രതിസന്ധികളാവാം, സാമ്പത്തിക പ്രയാസങ്ങളാവാം, വിവിധങ്ങളായ ബുദ്ധിമുട്ടുകളാവാം, എന്തൊക്കെ ബാധിച്ചാലും ഇല്ലാ ബിഇദ്നില്ല, അള്ളാന്റെ അനുവാദമല്ലാതെ ഒന്നും നടക്കണില്ല. അള്ളാന്റെ അനുവാദം ഒന്നുമില്ല, നടക്കണില്ല. ഭൂമി ലോകത്ത് നമ്മൾ എങ്ങനെയൊക്കെ തകർന്നാലും, എന്തൊക്കെ തളരുന്ന പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചാലും അത് അള്ളാന്റെ അനുവാദ പ്രകാരം മാത്രമാണ്. എല്ലാ വിപത്തും അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ആരെ അള്ളാഹു ഉദ്ദേശിച്ചു അവൻ നേർവഴിയിലാക്കും എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചതാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരുമ്പോൾ അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ, നാദാ നിന്നിലാണ് അഭയം എന്ന് പറഞ്ഞ് കഴിയാദത്ത് അള്ളാഹുവിലേക്ക് മടക്കുന്നത് പോലെ, ശരണം തേടൽ അള്ളാഹുവിലേക്ക് പോകുന്നത് പോലെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മൾ രണ്ടാമതായി ജാരങ്ങളും മക്ബറകളും പുണ്യപുഷ്പങ്ങളും പുണ്യമണ്ഡപങ്ങളും ആൽമരങ്ങളും ആൽത്തറകളും വ്യക്തികളും ശക്തികളും ലോകത്തുള്ള ഏതൊക്കെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന കേന്ദ്രങ്ങളുണ്ടോ, ശക്തികളുണ്ടോ, അവ വിണ്ണിലും മണ്ണിലുമുള്ള എന്തൊക്കെയുണ്ടോ അവയോടെല്ലാം ഇവിടെ പറഞ്ഞ് നാദാ നിന്നിലാണ് അഭയം, നീ മാത്രമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഊട്ടിയുറപ്പിക്കാൻ, തൗഹീദ് ഊട്ടിയുറപ്പിക്കുവാൻ, അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളിൽ സമാധാനമടയാൻ, അള്ളാഹുവിൽ നിന്ന് മുസീബത്ത് ഉണ്ടാവുകയുള്ളൂ. ലോകത്തുള്ളവർ മുഴുവൻ ചെറുപ്രായക്കാരനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തോളിൽ കൈയിട്ട് പ്രവാചകൻ പറയുന്നുണ്ട്, അബ്ദുല്ലാഹ് ഇഫ്ദില്ലാഹ് തഹ്ഫദക, നീ അള്ളാഹിനെ സൂക്ഷിച്ചോ, അള്ളാഹ് നിന്നെ സംരക്ഷിക്കും.
അള്ളാനെ സൂക്ഷിച്ചോ, അള്ളാനെ സൂക്ഷിച്ചോ. അല്ല നിന്നെ കാണുന്നു കേൾക്കുന്നു എന്നതൊക്കെ നിന്റെ ജീവിതങ്ങൾ നീ മുന്നോട്ട് കൊണ്ടുപോയിക്കോ. നീ ചോദിച്ചാൽ അള്ളാനോട് ചോദിക്കണം, നീ സഹായം തേടിയാൽ അള്ളാനോട് ചോദിക്കണം. ലോകത്തുള്ള മുഴുവനും ജനങ്ങൾ ഒരുമിച്ച് കൂടി നിനക്കൊരു ഉപകാരം ചെയ്യാൻ അല്ല രേഖപ്പെടുത്തിയ ഒരു ഉപകാരമല്ലാതെ ജനങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി, ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ മുഴുവൻ ഒരുമിച്ച് കൂടി ഇന്നലെയുമായി കൊലപ്പെടുത്തപ്പെട്ട പ്രിയപ്പെട്ട ഒരു സഹോദരൻ കശ്മീരിലെ ഭീകരവാദത്തിന്റെ പേരിൽ, തീവ്രവാദത്തിന്റെ പേരിൽ തങ്ങളുടെ അയൽവാസിയായ മുസ്ലിം സഹോദരനെ തെരഞ്ഞു പിടിച്ച് കൊല്ലാൻ വേണ്ടി മാത്രം സംഘപരിവാറുകാരന്റെ തല മാറ്റപ്പെട്ടിട്ടുള്ള ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടിയാലും അല്ല നിന്റെ വിധി രേഖപ്പെടുത്തിയത് എന്താണോ അതിൽ നിന്ന് തടയാൻ കഴിയില്ല. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് കൂടിയാൽ നിനക്കൊരു ഉപകാരം ചെയ്യാൻ അല്ല തീരുമാനിക്കാതെ നടക്കില്ല എന്ന ആ സുന്ദരമായ വിശ്വാസം എനിക്കും നിങ്ങൾക്കുണ്ടാവണം. ലോകത്തുള്ള അല്ല വിചാരിക്കാത്ത ഒരു നന്മയും അല്ല വിചാരിക്കാത്ത ഒരു തിന്മയും എനിക്ക് വരില്ല എന്ന വിശ്വാസം ഊട്ടിയുറപ്പിക്കാൻ ഇത്തരം സന്ദർഭങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമതായി ഇബാദത്തുകളിലേക്ക് മടങ്ങുക. അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അതാണ്. നിങ്ങൾക്ക് ഫിത്നകൾ വരും. എങ്ങനത്തെ ഫിത്ന എന്നറിയോ? കൂരിരുട്ടിനേക്കാൾ ശക്തമായ കലയിലിൽ മുതലിൽ കൂരിരുട്ട് ശക്തമായ ആ രാത്രിയേക്കാൾ ഇരുട്ടടി അടിക്കാന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ഇരുട്ടടി അടിക്കാന്ന് പ്രയോഗിക്കണം എന്താ? ഇരുട്ടത്തടി എങ്ങനെയെന്ന് കാണൂല, ഇരുട്ടത്ത് എന്താ സംഭവിക്കണമെന്ന് അറിയില്ല. അതേപോലെ എന്താ സംഭവിക്കാന്നറിയാത്ത ഒരു ഫിത്നയുടെ കാലഘട്ടങ്ങൾ വരും. അന്നത്തെ പ്രത്യേകത എന്താ അറിയോ? യുസ്ബിഹുർ-റജുലു മുഅ്മിനൻ, നേരം വെളുക്കുമ്പോൾ വിശ്വാസിയാക്കാരം, നേരം പുലരുമ്പോൾ മുഅ്മിനായിട്ട് മുസ്ലിമിന്റെ വീട്ടിൽ നിന്ന് എണീറ്റ് പോയവരാക്കാരം. പക്ഷേ യുംസി കാഫിറ, ഒരുപക്ഷേ ഏതെങ്കിലും മുസ്ലിം നാമധാരികളാണോ അത് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവൻ രാവിലെ പുറപ്പെടുമ്പോൾ തന്റെ വീട്ടിൽ നിന്ന് ചിലപ്പോൾ സുബഹി നിസ്കരിച്ചിട്ടായിരിക്കാം. വൈകുന്നേരമാകുമ്പോ ഒരാളെയും ഇസ്ലാമിക രാഷ്ട്രത്തിലെ ശരീഅത്തിലെ റൂള് പ്രകാരം ഭരണാധികാരിക്ക് മാത്രമാണ് പ്രതിക്രിയ ചെയ്യാനുള്ള അനുവാദമുള്ളൂ. പ്രതിക്രിയ പോലും ചെയ്യാൻ അനുവാദമുള്ളൂ. ഒരു സിവിലിയനും ഒരു സാധാരണ പൗരനും ആയുധമേന്താൻ അവകാശമില്ല. യുദ്ധക്കളത്തിലുള്ള നിയമങ്ങളല്ലാതെ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോലും രാഷ്ട്രത്തലവനല്ലാത്ത ഒരാൾക്ക് ആയുധമെടുത്തുകൊണ്ട് ഒരാൾക്കെതിരെ പ്രതികാര നടപടി ചെയ്യാൻ അവകാശമില്ല. പ്രതികാര നടപടി പോലും ചെയ്യാൻ അവകാശമില്ലാത്തൊരു ഇസ്ലാമിക സംസ്കാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ നാമധാരികൾ മറ്റൊരുത്തനെ നിരപരാധികളെ വെടിവെക്കാനും കൊല്ലാനും ഒരു കാലം അവൻ കാഫിറാൻ, ഒരു സംശയമില്ല. അത് ചെയ്യുന്നവൻ കാഫിറാൻ, അവിശ്വാസിയാണ്. ഇസ്ലാമിക ശരീഅത്തിന്റെ റൂള് പ്രകാരം രാവിലെ മുസ്ലിമായവൻ വൈകുന്നേരമാകുമ്പത്തിന് കുഫറിലേക്ക് പോകും. വൈകുന്നേരം വിശ്വാസിയായവൻ നേരം പുലരുമ്പത്തിന് കുഫറിലേക്ക് പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത് ഫിത്നയുടെ കാലഘട്ടമാണ്. ദുനിയാവിലെ താല്പര്യങ്ങൾക്ക് വേണ്ടി തൻ്റെ ദീനിനെ പണയം വെക്കുന്നവൻ, എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ വേറൊന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അള്ളാന്റെ പ്രവാചകൻ മറ്റൊരിക്കൽ പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജിന്റെ കാലഘട്ടത്തിലെ ആരാധനകൾ. ഹർജ് എന്താന്ന് ഞാൻ വിശദീകരിച്ചു തരാം. കഹിജ്റതി ഇലയ്യ, എന്നിലേക്ക് ഹിജ്റ ചെയ്യുന്നതിന് തുല്യമാണ്. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹർജ് എന്ന് പറഞ്ഞാൽ ഖത്ലാണ്. ഖത്ൽ എന്ന് പറഞ്ഞാൽ കൊലപാതകം. അത് ഒറിജിനൽ അറബി പദമല്ല. ആ ഖത്ലിന്റെ പ്രത്യേകത ലാ യദ്രിൽ ഖാതിൽ, കൊല്ലുന്നവൻ അറിയില്ല ഞാൻ എന്തിനിവരെ കൊല്ലുന്നു, ഇതിന്റെ ആവശ്യം എന്താണ്. കൊല്ലപ്പെടുന്നവൻ അറിയില്ല. വലയദ്രിൽ മഖ്തൂൽ ഫീമ ഖുതിൽ, ഞാൻ കൊല്ലപ്പെട്ടത് എന്തിനെന്ന് കൊല്ലപ്പെട്ടവനും അറിയാത്ത കാലഘട്ടം. അതാണ് ഹർജിന്റെ കാലഘട്ടത്തിൽ നിങ്ങൾ ആരാധനകൾ എടുക്കുക, ആരാധനകളുമായി മുന്നിടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാലഘട്ടമാണ് നമ്മൾ അല്ലേ 10ാം ക്ലാസ്സുകാർ തമ്മിൽ ഇൻസ്റ്റാഗ്രാമിൽ ഗ്രൂപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കണ്ട് ഒരുത്തൻ്റെ ജീവൻ എടുത്ത് അല്ലേ. SSLC പരീക്ഷ എഴുതാൻ പോകുമ്പോൾ 3 എണ്ണത്തിനെ കുത്താൻ ഒരു മടിയില്ലാത്ത സമുദായത്തിൻ്റെ പേര് വഹിക്കുന്നവൻ തൻ്റെ കുടുംബത്തിലെ 6 എണ്ണത്തിനെ വകവരുത്താൻ എന്തിനേറെ സ്വന്തം ചോരയിലുള്ള അനിയനെ ഭക്ഷണം വാങ്ങാൻ വിട്ട് ആ ഭക്ഷണം കഴിഞ്ഞ് വരുന്നതിനോടുകൂടി അവനെ കൊല്ലാൻ തീരുമാനാക്കിയ വൃത്തികെട്ട മനസ്സുള്ള അല്ലേ. കൊലപാതകങ്ങൾ ചെയ്യപ്പെടുന്നത് എങ്ങനെ, എന്തിൻ്റെ പേരിൽ കൊലപാതകം നടക്കുന്നു? കൊല്ലുന്നവൻ എന്തിന് കൊല്ലുന്നു,
കൊല്ലപ്പെടുന്നവൻ എന്തിന് കൊല്ലപ്പെട്ടു എന്നറിയാത്ത കാലഘട്ടം. അവനാന്റെ കുടുംബത്തിന്റെ ഒപ്പം ടൂർ പോയതാണേ, സന്തോഷത്തിന്റെ സമയം തേടി പോയതാണ്, അധ്വാനം ചെലവഴിച്ച് പോയതാണ്. അത് ഭീകരവാദികളുടെ വെടിയുണ്ട്. ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടെന്നറിയാത്ത സാധുക്കള്, ഞാൻ എന്തിനാ കൊല്ലപ്പെട്ടെന്നറിയാത്ത കാലഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബാദത്തുകൾ കൊണ്ട് നിങ്ങൾ അന്ന് ആരാധനകൾ കൂടുതലായി ചെയ്യണം. നോമ്പിന് സജീവമായിരുന്ന പള്ളി ഇപ്പൊ തീരുമാനമായി. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കളി, നോമ്പിന് സജീവമായിരുന്ന പള്ളികളിലെ ഇപ്പൊ ജമാഅത്ത് നിസ്കാരത്തിന്റെ അവസ്ഥ എന്താ? വേണ്ട, ജമാഅത്ത് നിസ്കാരം മുടി ഖുർആൻ പാരായണത്തിന്റെ അവസ്ഥ എന്താ? നോമ്പിന് സജീവമായി എന്നും ഖുർആൻ ഓതിന്ന് നമ്മളിപ്പോൾ എത്ര ഖുർആൻ ഓതിയെ? വെള്ളിയാഴ്ച ദിവസത്തിൽ സൂറത്ത് കൗഫെങ്കിലും ഓതണ്ടേ? നമ്മൾ എത്ര പേരോതി? ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ ഓരോന്നുണ്ടല്ലോ. നമ്മളെത്ര നോക്കുങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഫിത്നയുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഇബാദത്തുകളിലേക്ക് ബാദിറു ബിൽ അഅ്മാൽ ഫിത്നൻ, ഫിത്നയുടെ മുമ്പ് നിങ്ങൾ ഇബാദത്തുകളിലേക്ക് ആ ഫിത്നയുടെ കാലഘട്ടത്തിൽ പോകണം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞ 6 കാര്യമുണ്ട്. വലിയ അത്ഭുതത്തോടു കൂടിയാണ് ഞാനത് വായിച്ച ഹദീസിന്. 6 കാര്യങ്ങളിലുണ്ട്. 6 കാര്യങ്ങളിൽ ഒന്ന് ഇമ്രത്തു സുഫാ, വിഡ്ഢികളായ ഭരണാധികാരി. അധികാരത്തിലിരിക്കുന്നവൻ, അധികാര കസേരകളിലിരിക്കുന്നവന്റെ തീരുമാനങ്ങൾ, നയങ്ങൾ വിഡ്ഢിത്തമായിരിക്കും. സാധാരണക്കാരനായ മനുഷ്യർക്ക് പോലും ഇതെന്ത് തീരുമാന എന്നാലോചിക്കുന്ന ചില തീരുമാനങ്ങൾ, അതുകൊണ്ട് എന്താ കാര്യം എന്നാലോചിക്കുന്ന. കോവിഡ് കാലത്ത് നമ്മൾ കുറെ അനുഭവിച്ചാണ്. കോവിഡ് എന്ന മഹാവ്യാധിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒച്ചുണ്ടാക്കാൻ പറഞ്ഞവര്, ലൈറ്റ് ഇടാൻ വേണ്ടി പറഞ്ഞവര് അധികാരവർഗമാണ്. പാട്ടുപാടാൻ വേണ്ടി പറഞ്ഞവര് എന്തൊക്കെ. സാധാരണക്കാരനോ ഇതെന്തിനാ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം അല്ലേ? ഇഷ്ടംപോലെ തീരുമാനങ്ങൾ. 40 പേര് മാത്രമേ മയ്യത്ത് നിസ്കാരത്തിന് കൂടാൻ പറ്റുള്ളൂ പറഞ്ഞു. എന്നാൽ ബസ് യാത്ര അനുവദനീയമാണ്. അപ്പോൾ ഒരു ബസ്സിൽ 60 ആൾ വന്നാലോ? അതൊക്കെ ചോദ്യം. സാധാരണക്കാരന് ചോദ്യം ചെയ്യാവുന്ന രൂപത്തിലുള്ള വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുന്ന അധികാരിവർഗത്തിന്റെ കാലഘട്ടം. സമകാലിക സാഹചര്യത്തിൽ ഒട്ടനവധി തീരുമാനങ്ങൾ പല രൂപത്തിൽ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം ഫിത്നയുടെ കാലഘട്ടമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞാണ്. രണ്ടാമത് എന്താ റസൂലുള്ളാഹി പറഞ്ഞറിയോ? കസ്റത്തു ശുർത്ത്, പോലീസുകാരുടെ ആധിക്യം എന്നാണ്. പോലീസുകാർ കൂടുന്നുള്ളതിനെ വ്യാഖ്യാനിച്ചത് ചിലപ്പോൾ അവനവൻ്റെ നിത്യജീവിതത്തിൽ വരെ പോലീസുകാർ ഇടപെടും. സാധാരണക്കാരൻ്റെ ലൈഫിൽ എണ്ണത്തിൽ കൂടുകയെന്നുണ്ട്, സാധാരണ ലൈഫിലേക്ക് പോലീസുകാർ ഇടപെടുക എന്നുള്ളത്. അവനാൻ്റെ മകൻ്റെ വീട്ടിലേക്ക് ടോയ്ലറ്റ് പോയിൻ്റെ വല്ല ഫൈൻ അടക്കേണ്ടി വന്ന ദുരിതം നമുക്കുണ്ടായിട്ടുണ്ട് സാധാരണ ലൈഫിൽ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രവചനാണ്. മൂന്നാമത് പ്രവാചകൻ പറഞ്ഞു, ബയ്യൽ ഹുക്കും, വിധി വിൽക്കപ്പെടുന്നതാണ്. ന്യായവിധികൾ കച്ചവടം ചെയ്യപ്പെടും. സമ്പത്തിന്റെ ബലത്തിൽ, അധികാരത്തിന്റെ ബലത്തിൽ ന്യായവിധികൾ വിൽക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. അന്യായമായത് വിധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടാവും. അങ്ങനത്തെ ഒരു കാലഘട്ടം ഫിത്നയുടെ കാലഘട്ടമാണ്. റസൂലുള്ളാഹി നാലാമതായി പറഞ്ഞു, ഇസ്തിഖ്ഫാഫൻ ബിദ്ദം, രക്തം ചിന്തുന്നത് ഒരു മടിയില്ല, വളരെ ലാഘവത്തോടുകൂടി. ചെറിയ കുട്ടികൾ വരെ നിങ്ങൾ കണ്ടില്ലേ? ചെറിയ കുട്ടികൾ. പണ്ടൊരാൾ കൊല്ലപ്പെട്ടു പറഞ്ഞാൽ നമുക്ക് എത്ര വേദനയെന്നു. രക്തം അർക്കണ കാണാൻ കഴിയാതെ തല ഇറങ്ങി വീണവരൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുട്ടികൾ കാണുന്ന സകല ഗെയിമും, വീഡിയോ ഗെയിം, നമ്മുടെയൊക്കെ മക്കളുണ്ടാവും. നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് 6ലും 7ലൊക്കെ പഠിക്കണ മക്കൾ കൊറിയൻ സംഗീതത്തിൻ്റെയും കൊറിയൻ ഗെയിമുകളുടെയും പിന്നാലെ പോയി കണ്ട് ചെയ്തു കൂട്ടിയ തോന്നിയാസം. സ്വന്തം കുടുംബത്തിൽ 6 കൊന്നിട്ട് ഓൻ പറഞ്ഞത് ഇനി കൊല്ലാം, 2 ഇനി കൊല്ലാൻ പൂതി ഉണ്ടായിരുന്നു. സ്വന്തം അമ്മാനെ അറുത്ത് കുടിച്ചോന് ഒരാളെയും കൂടി, ഇമ്മാൻ്റെ അനിയത്തിനെയും കൂടി കൊല്ലാൻ ഞാൻ തീരുമാനിച്ചിരുന്നത് അല്ലേ? രക്തം ചിന്തുന്നതിന് വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരു കാലഘട്ടം, അത് ഫിത്നയുടെ കാലഘട്ടമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്ന് പറഞ്ഞത്, കുടുംബ ബന്ധങ്ങൾ, ഖതിയത്തുർ റഹ്മാൻ, കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നത് ഒരു മടിയില്ല. ബന്ധങ്ങൾ മുറിക്കുക ഒരു മടിയില്ല. നിസാര കാര്യത്തിന് പരസ്പരം പിണങ്ങി ജേട്ടാഞ്ചന്മാരും രക്തബന്ധങ്ങളും പിണക്കുള്ള ഒരു കാലഘട്ടം ഫിത്നയുടെ കാലഘട്ടമാണ്. ആറാമതായി പ്രവാചകൻ അതിൽ പറഞ്ഞത്, ചില ആളുകളെ ഇമാമാക്കി നിർത്തും. ആ ഇമാമിൻ്റെ പാട്ട് കേട്ടിട്ടായിരിക്കും. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിലെ അഫ്ഖഹുകളായ, ഖുർആന് കൊണ്ട് നല്ല അവഗാഹമുള്ളവരെ ഇമാമായി അവർ സ്വീകരിക്കാത്ത ഒരു തലമുറ വരികയും ചെയ്യും. ആ കാലഘട്ടമാണ് ഫിത്ന. അന്ന് നിങ്ങൾ ബാദിറു ബിൽ അഅ്മാൽ, കർമ്മങ്ങൾ കൊണ്ട് ധൃതിപ്പെട്ടോളി. ആ കാലഘട്ടത്തിൽ നമ്മൾ കുടുംബസമേതം ജമാഅത്ത് നിസ്കാരത്തിനോട് വിടുക, ദീനിൻ്റെ കാര്യങ്ങളോട് വിടുക, ദിക്റുകളോട് വിടുക, ദുആകളോട് വിടുക, പ്രാർത്ഥനകളോട് വിടുക അല്ലേ? അത് ഈ ഫിത്നയുടെ കാലമാണ്. ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ കർമ്മങ്ങളെ കൊണ്ട് ധൃതിപ്പെടാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ, നമ്മളെ കാര്യങ്ങൾ ആലോചിച്ച് നോക്കിക്കളി.
ഇതിലേത് 1400 കൊല്ലം മുമ്പ് കാസർഗോഡ് ടൗണിക്ക് നോക്കി പറഞ്ഞ പോലെയാണ് പ്രവാചകന്റെ വാചകം. മലയാളത്തിൽ കേരളക്കരയിലേക്ക് നോക്കി, ഇന്ത്യയിലേക്ക് നോക്കി, ലോകത്തിന്റെ വിവിധ പ്രദേശം, എൻ്റെ വീട്ടിലേക്ക് നോക്കി പ്രവാചകൻ പറഞ്ഞ വാചകമാണോ എന്ന് സംശയിക്കേണ്ടി വരും. നിങ്ങൾ നോക്കി, ഈ കാര്യങ്ങൾ മുഴുവൻ നമ്മളെ വരയിൽ കൂടി ഉണ്ട്, നമ്മളെ ചുറ്റുപാടും നടക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇബാദത്തുമായി കൂടുതൽ ഇടപഴകാനാണ്. നമ്മൾ പിൻവാങ്ങിപ്പോവുകയാണ്. വിശ്വാസികൾ എന്ന നിലക്ക് ഓർമ്മപ്പെടുത്തുന്നു, ഇബാദത്തുകളുമായി ബന്ധപ്പെട്ടു പോകാൻ ആ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കുക, ഫിത്നയുടെ കാലഘട്ടത്തിൽ. അടുത്തത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് സൊബറാണ്. സൊബറുണ്ടാണ്, ക്ഷമ ഉണ്ടാണ്ട്. എത്രയെന്നറിയോ? ഫൈന്ന മിൻ വറായിക്കും അയ്യാമ സൊബർ. ക്ഷമയുടെ ഒരു കാലഘട്ടങ്ങൾ വരും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു അസ്സബ്റു ഫീ, ആ കാലഘട്ടത്തിലെ ക്ഷമ എന്ന് പറയുന്നത് മിഥല ഖബലി അലൽ ജംറ. ഖബല എന്ന് പറയുന്ന അറബി പദം, നമ്മളൊരു സാധനം കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ടേ വിടാതെ മുറുകി പിടിക്കുമല്ലോ, വിടാതെ പിടിക്കുന്നതിനാണ് പറയുക. ജംറ എന്ന് പറഞ്ഞാൽ തീക്കനലിനാണ്. ഇരുമ്പ് ഇങ്ങനെ ചൂടാക്കിയിട്ട് ഇങ്ങനെ കനലിൽ ചൂള, അറിയാലോ, ആ ചോന കനൽ, അങ്ങനെ ഒരു കനൽ കയ്യിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മുറുകെ പിടിക്കുക എന്നാണ്. അത് നടക്കുമോ? നടക്കൂല. കയ്യിൻ്റെ ഉള്ളിൽ തീക്കനൽ വെച്ചിട്ട് പോകാതെ ഇങ്ങനെ പിടിക്കാനല്ലാതെ മുറുക്കി പിടിക്കുക, പോകാതെ പിടിക്കുക. അതിന് തുല്യമായി സൊബറിൻ്റെ ഒരു കാലഘട്ടം വരും, ക്ഷമയുടെ കാലഘട്ടം. ക്ഷമയുടെ കാലഘട്ടം ദീനനുസരിച്ച്, ഇസ്ലാം അനുസരിച്ച് അങ്ങനെ കുത്തും. ഇസ്ലാം വിരോധികള് കമന്റുകളിടും, വീഡിയോകളിടും, പ്രകോപിപ്പിക്കും. ഒന്നുമില്ലെങ്കിലും ഒരു ഇസ്ലാമിനെയും മുസ്ലിമിനെ അവിടെ കയറ്റിവിടും. നമ്മള് പിടുത്തം വിട്ട് ചാടേണ്ടവരല്ല. ഈ രാജ്യത്തും ഈ നാട്ടിലും സമാധാനം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഒരു വിശ്വാസി. ആ വിശ്വാസി എന്ന നിലക്ക് അസ്സലാമു അലൈക്കും തുടങ്ങുന്നു, സലാം പറയലുകൊണ്ട് തുടങ്ങണം. പേരിൽ തന്നെ ഇസ്ലാമുള്ള, പേരിന്റെ അർത്ഥത്തിൽ സമാധാനമല്ല. ആ ഒരു സമുദായത്തിൽ അങ്ങളെന്ന നിലക്ക് അതിന് ഈ ക്ഷമയുടെ അങ്ങേയറ്റത്തെ ഏതൊക്കെ നെല്ലിപ്പടികൾ താണ്ടേണ്ടി വന്നാലും ക്ഷമ കൈവിട്ടുകൊണ്ടോ ഒരവിവേകവും ഒരു വിശ്വാസിൽ നിന്നുണ്ടാവാൻ പാടില്ല. ക്ഷമയുടെ കാലഘട്ടമാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ എല്ലാവരും കല്യാണത്തിന് ചാട്ടും പാട്ടും ഡാൻസൊക്കെ നടത്തുന്നുണ്ടാവും. ഇസ്ലാം അനുസരിക്കണമെന്ന് ചെയ്യാൻ കഴിയൂല. എല്ലാവരും വെറൈറ്റി പലതും നടത്തുന്നുണ്ടാവും. ഇസ്ലാം അനുസരിക്കണമെന്ന് ചെയ്യാൻ കഴിയൂല. എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടാവും, വിവാഹം വാർഷികങ്ങൾ ആഘോഷിക്കുന്നുണ്ടാവും. മുസ്ലിമിന് കഴിയൂല, ക്ഷമിക്കേണ്ടി വരും. അപ്പം ഞാൻ മാത്രം ഇപ്പം എന്താ ഈ നാട്ടിൽ ഇങ്ങനെ, ഞാൻ മാത്രം ചെയ്യേണ്ടി വരും. ഇസ്ലാമിക സംസ്കാരത്തിൽ സ്വബറോടുകൂടി നിലനിൽക്കൽ ഫിത്നയുടെ കാലഘട്ടത്തിൽ നിർബന്ധമാണ്. അഞ്ചാമത്തെ കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് തൗബയാണ്. അള്ളാഹുവിലേക്ക് വിനയാന്വിതരായി മടങ്ങുക. ബഅസ് എന്ന് പറഞ്ഞ ഖുർആനിൽ ഞാൻ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ച സൂറത്തു അൻആമിലൊരു വാചകമുണ്ട്. അവിടെ ഖുർആൻ മുൻഗാമികൾക്ക് ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ വന്നതിനൊക്കെ പറ്റി പറഞ്ഞിട്ട് അവരോട് ഖുർആൻ ചോദിക്കണില്ല യതളറഊൻ, അവർക്ക് വിനയാനിതരാവാൻ കഴിയില്ലേ, ഖേദിച്ച് മടങ്ങാൻ തയ്യാറായില്ലേ? എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട് ബഅസ് വന്നപ്പോൾ, ബഅസ് പറഞ്ഞാൽ മനസ്സും ശരീരവും സാമ്പത്തികവുമായി മാനസികമായ വിഷമങ്ങൾ നമുക്ക് വരുമല്ലോ. ഒരു പ്രയാസം സാമ്പത്തികമാവാം, ശാരീരികമാവാം, മാനസികമാവാം. അത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ എന്തതിങ്ങനെയെന്നൊക്കെ മനസ്സിൽ തോന്നുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിലേക്ക് എന്തുകൊണ്ട് മടങ്ങിയില്ല? നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയതാണ്. നിങ്ങൾ ചെയ്യുന്നത് നന്മയായി പിശാചി നിങ്ങൾക്ക് തോന്നിച്ചു തന്നതാണ് എന്നാണ് സൂറത്തു അൻആമിലെ 43 അള്ളാഹ് സൂചിപ്പിക്കുന്നത്. അള്ളാഹ് നമ്മളെ ഉപദേശിച്ചത് നമ്മൾ മറഞ്ഞു പോയപ്പോൾ നമുക്കിങ്ങനെ തോന്നും, തിരക്കടില്ല എന്നൊക്കെ തോന്നും. പക്ഷേ അള്ളാഹു ഒരു പിടുത്തം പിടിക്കും, അന്ന് നിങ്ങൾ രക്ഷപ്പെടില്ല. അതാ ഖുർആൻ അവിടെ പ്രയോഗിക്കണം തൊട്ടടുത്ത വാചകത്തിൽ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ, തൗബ ചെയ്യുക, ചെയ്ത തെറ്റുകളിൽ നിന്ന് പടച്ചവനെ മാപ്പാക്കണം, ഞങ്ങൾ എന്തൊക്കെ ചെയ്തു പോയിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി ഇത് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാൻ ഈ സന്ദർഭങ്ങൾ ഉപയോഗിക്കുക. ഫിത്നകൾ അള്ളാഹ് പറഞ്ഞതാണ്, പ്രവാചകൻ്റെ പ്രവചനമാണ്. ആ ഫിത്ന സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും വ്യത്യസ്തങ്ങളായ കുഴപ്പങ്ങളും പരീക്ഷണങ്ങളും അള്ളാഹ് നൽകും. ആ ഘട്ടങ്ങളിലാണ് യഥാർത്ഥ വിശ്വാസി 1 അള്ളാഹുവിനോട് ഇയാദത്ത് നടത്താൻ, 2 തൗഹീദ് ഊട്ടിയുറപ്പിക്കാൻ, 3 ഇബാദത്തുകൾ സജീവമായി കൊണ്ട് നടക്കാൻ, 4 സുബറോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക, 5 തൗബ പശ്ചാത്താപം, ചെയ്ത തെറ്റുകളിൽ ഇസ്തിഗ്ഫാറിനെ അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. അള്ളാഹു അത്തരം വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.